കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ആക്രമിച്ച കേസിൽ പ്രതികൾക്കെതിരെ ഗൂഢാലോചനയും വധശ്രമവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കുറ്റപത്രം സമർപ്പിച്ചു. 7 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP കെ സുദർശനനാണ് കുന്ദമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാരെയും മാധ്യമപ്രവർത്തകനെയും ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു എന്നാണ് കേസ്. ഈ സംഭവത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ അരുൺ, മേഖലാ സെക്രട്ടറി MK അഷിൻ, CPM ലോക്കൽ കമ്മിറ്റി അംഗം കെ രാജേഷ്, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് ഷബീർ, കോവൂർ സ്വദേശി മഠത്തിൽ സജിൻ, PS നിഖിൽ, കോവൂർ സ്വദേശി കിഴക്കേപ്പറമ്പ് ജിദ്ദിലാൽ എന്നിവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വധശ്രമം, ഗൂഢാലോചന, കഠിന ദേഹോപദ്രവമേൽപ്പിക്കൽ, സംഘം ചേർന്ന് മർദ്ദിക്കൽ തുടങ്ങി 8 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. 2022 ഓഗസ്റ്റ് 31 രാവിലെ 9-നും 9:40-നും ഇടയിലായിരുന്നു ആക്രമണം. പാസില്ലാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിലൂടെ അകത്ത് കയറാൻ ശ്രമിച്ച ഡിവൈഎഫ്ഐ നേതാവ് അരുണിനെയും ഭാര്യയെയും പിതാവിനെയും തടഞ്ഞതിനെ തുടർന്നാണ് മർദ്ദനമുണ്ടായതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തിയതിനാൽ വിചാരണ ജില്ലാ സെഷൻസ് കോടതിയിലാണ് നടക്കുക. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.